എന്തോ പരിപാടി നടക്കുകയാണ്. എനിക്ക് ബുദ്ധൻ്റെ പരിപാടി, ബുദ്ധൻ പരിപാടി. അയ്യോ പൊന്നോ, എൻ്റെ പൊന്നോ, ഈ സാധനം നമ്മുടെ മേത്തിട്ട്. അത് ഞാനൊട്ടും വിദേശില്ല കേട്ടോ. ദാറ്റ് വാസ്. അപ്പം എനിക്കെൻ്റെ റെക്കോർഡിംഗ് ബട്ടൻ്റെ പ്രശ്നം മാറിയിട്ട് ഞാൻ റെക്കോർഡിംഗ് പലപ്പോഴും ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ സത്യം. ഓക്കെ, ഡബിൾ ക്ലിക്ക് റെക്കോർഡിംഗ് എന്താ വേണ്ടി വന്നത്. സോ കുറേ കാര്യങ്ങൾ എൻ്റെ മിസ്സായി. വഴി നീളെ ഇങ്ങനെ പിള്ളേരിങ്ങനെ എന്തോയിരുന്നു വീശുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ നമ്മുടെ നാട്ടിൽ ഉത്സവമൊക്കെ പറയുമ്പോൾ പിള്ളേരിങ്ങനെ കുറ്റിയായിട്ട് ഇറങ്ങത്തില്ലേ, അപ്പോൾ സംഭാവനയാണെന്ന് വിചാരിച്ചു കൊടി വീശുന്നത്. പക്ഷേ സംഭാവനയല്ല, അപ്പാരൻ്റ്ലി അത് പ്രസാദം എന്തോ തരാനാണ് അവരുടെ ഉത്സവത്തിൻ്റെ. ഈ പ്രസാദം വാങ്ങാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തി വാങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് ഈ വഴി മൊത്തം ആ ഒരു ഉത്സവം, ഈ ഒരു അമ്പലത്തിൻ്റെ, അത് ബുദ്ധൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉത്സവം അനുബന്ധിച്ച് ഈ ഗ്രാമം മൊത്തം ഈ പ്രസാദം ചെറിയ യൂണിറ്റുകളിൽ പ്രസാദം വരും. അതിൻ്റെ എല്ലാം കലുമിനേഷൻ ഈ ക്ഷേത്രത്തിലായിരിക്കണം. അതിൻ്റെ ഘോഷയാത്രയായിരിക്കണം നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഇരുട്ടാവുന്നു. എൻ്റെ ഭാര്യയും കൂട്ടുകാരും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം അവരെൻ്റെ നന്മയെ ഓർത്തിട്ടാണ് പറഞ്ഞത്. കൂട്ടുകാരത് തന്നെ. പക്ഷേ ആ കള്ളപ്പരിശുകൾ അവരാണ് ബൈക്കോടിക്കുന്നത്, അവർ ഈ പരിപാടി ചെയ്യും. പിന്നെ പറയാമെന്നല്ലേ ഉള്ളൂ. ഞാനെന്തായാലും ഇനി 41 മിനിറ്റും കൂടെ ഉണ്ട് എനിക്ക് ഡെസ്റ്റിനേഷനിലെത്താൻ. എനിക്ക് വന്ന ഡിലേ ഞാൻ കുറേയൊക്കെ മിറ്റിഗേറ്റ് ചെയ്തു, അല്ലാണ്ട് പുഷ് ചെയ്യാണ്ട്. എനിക്കിപ്പം രാവിലെനെക്കാട്ടും നല്ല എനർജി ഉണ്ട്. രാവിലെ എനിക്ക് ഉച്ച തുടങ്ങിയ സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ നല്ല അത്യാവശ്യം ഫ്രഷ്ഡ്, എനർജറ്റിക്, ഐ ക്യാൻ പുഷ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. എനിക്ക് ഉറക്കമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരേണ്ടതാണ്, പക്ഷെ എനിക്ക് ഉറക്കമൊന്നുമില്ല. ഓക്കെ, അത് ഇവിടെ എന്തോ റോഡ് മുടക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ പോലെ. എനിക്ക് ഒന്ന് ടൗണായ എൻ്റെ കലയോള റോഡ് ബ്ലോക്ക്. ഓക്കെ ഗൈസ്, അവിടെ എത്തിയിട്ട് വിളിക്കാം. മിലിറ്ററി ഏരിയ എന്നും